ഹായ് സുഹൃത്തുക്കളെ, നമുക്ക് മൊബൈൽ ഫോണിൽ സ്ക്രീൻ റെക്കോർഡുകൾ ചെയ്യാനായിട്ട് ഒരുപാട് തരത്തിലുള്ള പെയ്ഡായിട്ടും ഫ്രീ ആയിട്ടുള്ള സ്ക്രീൻ റെക്കോർഡറുകൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള നല്ലൊരു ഫുൾ ഫ്രീ ആയിട്ടുള്ള നല്ലൊരു സ്ക്രീൻ റെക്കോർഡറാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. xrecorder അതിൻ്റെ പേര്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് വിൻഡോ വരും. ആ ഫ്ലോട്ടിംഗ് വിൻഡോയിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സെറ്റിങ്സിലേക്ക് അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ഓഡിയോ, നമ്മുടെ മൈക്രോഫോൺ മ്യൂട്ട് ചെയ്യണോ മൈക്രോഫോൺ ഓൺ ചെയ്യുന്നുള്ള ഓപ്ഷനുണ്ട്. രണ്ടാമതായിട്ട് അതിൻ്റെ റെസൊല്യൂഷൻ നമുക്ക് 1080p വരെ 240p മുതൽ 1080p വരെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം അതിൻ്റെ ക്വാളിറ്റി 1mbps മുതൽ 16mbps വരെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫ്രെയിംസ് പെർ സെക്കൻഡ്, അതും നമുക്ക് ഓട്ടോ വേണമെങ്കിൽ ഓട്ടോ ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും 30, 50, 40 ഏതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്തതിൻ്റെ ഓറിയൻറ്റേഷൻ ലാൻഡ്സ്കേപ്പായിട്ടും പോർട്രേറ്റ് ആയിട്ടും രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ റെസൊല്യൂഷൻ ക്വാളിറ്റിയൊക്കെ വെച്ചിട്ട് നമ്മളെ സേവ് ലൊക്കേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നു. നമ്മുടെ സേവ് ലൊക്കേഷനിൽ എത്ര മെമ്മറി ഉണ്ടോ അതുകൊണ്ട് എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര മിനിറ്റ് എടുക്കാൻ പറ്റുമെന്ന് വരെ കറക്റ്റായിട്ട് ഇതിൽ കാണിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം എൻ്റെ കയ്യിൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 1.55 GB ബാക്കിയുള്ളൂ, അവൈലബിൾ ഉള്ളൂ. ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ റെസൊല്യൂഷനും ക്വാളിറ്റിയൊക്കെ വെച്ചിട്ട് എനിക്ക് 1 മണിക്കൂർ 35 മിനിറ്റ് 17 സെക്കൻഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഇതിൽ ഒരുപാട് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ഓണാക്കി കാണിക്കാം. ഇപ്പോൾ ഞാനിവിടെ ഈ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും റെക്കോർഡിംഗ് ഓണാവും. സ്റ്റാർട്ടിനോ കൊടുക്കും. ഓക്കെ, ഇപ്പോൾ റെക്കോർഡിംഗ് ഓണായി തുടങ്ങിയിരിക്കുകയാണ്. റെക്കോർഡിംഗ് ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാൻ കണ്ട 6 സെക്കൻഡ് 7 സെക്കൻഡ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ അതിൽ ഞാൻ ഈ ഒരു ടാബും കൂടി ഞാൻ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും സ്ക്രീനിലുള്ള എന്തെങ്കിലും സംഭവം നമുക്ക് മാർക്ക് ചെയ്ത് കാണിക്കണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. ഇതിൽ ഒരുപാട് ഇതുണ്ട്. പെന്നുണ്ട്. ഈ പെന്നെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരച്ചൊക്കെ കാണിക്കാനായിട്ട് പറ്റും. അതുപോലെ ഇത് അൺഡു റീട്ട് ബട്ടണൊക്കെ ഉണ്ട്. അതുപോലെ ഈ ചതുരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചതുരത്തിൽ വരയ്ക്കാം. അതുപോലെ സർക്കിളുണ്ട്. അങ്ങനത്തെ ഇതിലൊക്കെ നമുക്ക് വരയ്ക്കാനൊക്കെ പറ്റും. അതുപോലെ ഇതിൻ്റെ കളറും നമുക്ക് മാറ്റി സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് നമുക്ക് മാറ്റി ഏതെങ്കിലും കൊടുക്കാം. ആരോ ആണ് നമുക്ക് പോയിൻ്റാണ് ചെയ്ത് കാണിക്കേണ്ടതെങ്കിൽ നമുക്ക് പോയിൻ്റ് ചെയ്ത് കാണിക്കാം. പിന്നെ ഇതിൽ ഈ ഇൻഡു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത് പൂർണ്ണമായിട്ടങ്ങ് പോകും. ഇതാണ് ആ ഫ്ലോട്ടർ എന്ന് പറയുന്നത്. നമ്മൾ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്യണമെങ്കിൽ ഈ പോസ് ബട്ടൺ ഉണ്ട്. അങ്ങനെ പോസായി നിൽക്കുന്നത് കാണാം. അതുപോലെ വീണ്ടും ആ ഫ്ലോട്ടറിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ ചെയ്യിപ്പിക്കാം. അതുപോലെ വീണ്ടും പൗസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വന്നതിന് ശേഷം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, ഈ സ്റ്റോപ്പ് ബട്ടൺ. അതുപോലെ ഇതിൽ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു സംഭവം കൂടിയുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻഷോട്ടായിട്ട് ഇത് സേവ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം റെക്കോർഡ്. സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോഴായിട്ട് ആ വീഡിയോ, നമ്മളെ സേവായ വീഡിയോ വരും. ഇത്രയേ ഉള്ളൂ. ഇതിൽ ഫുള്ള് ഫ്രീ ആണ്. പ്രോ വെർഷനൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരം നല്ല ഫീച്ചേഴ്സും ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കുക.